Luke chapter 1, verse 13. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. ദൂതൻ അവനോട് പറഞ്ഞത്, സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ശരിക്കും പറഞ്ഞാൽ ഒരു ഉപവാസ പ്രാർത്ഥന 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. തീരാറാവുമ്പം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് കേൾക്കാൻ കഴിയുന്ന ഒരു ഭയങ്കര സന്തോഷം അല്ലേ? അതോ അങ്ങനെ ഒരു സന്തോഷം ഇല്ലേ? സന്തോഷം ഉണ്ടെന്നുള്ളവരൊന്ന് കര ഉയർത്തി സ്തോത്രം ചെയ്യാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നിന്ന് നേരിട്ട് വന്ന് എന്ന് പറയാണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് നമ്മൾ ആരാധനയ്ക്കായിട്ടിരിക്കുന്നു, പ്രാർത്ഥിക്കാനായിട്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തോട്ട് വന്ന് നിന്നിട്ടേ നമ്മുടെ പേര് വിളിച്ചിട്ട്, ഹെല്ലി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി. എന്തായിരിക്കും നമ്മുടെ ഒരു 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 റെസ്പോൺസ്? എങ്ങനെയായിരിക്കും നമ്മൾ അതിനോട് പ്രതികരിക്കുക? ഭയങ്കര സന്തോഷമായിട്ട് പ്രതികരിക്കൂല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യാം. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് ആ സമയത്ത് കേൾക്കുന്നതിനെക്കാട്ടിലും എത്രയോ സന്തോഷമായിരുന്നു ചില വർഷങ്ങൾക്ക് മുമ്പ് സെഖരിയാവ് അത് കേട്ടിരുന്നുവെങ്കിൽ. ഇപ്പം കേൾക്കുമ്പം വലിയ ത്രില്ലൊന്നും അങ്ങ് തോന്നുന്നില്ല. കാരണം ഏത് പ്രാർത്ഥനയ്ക്ക് കർത്താവേ ഉത്തരം തന്നേന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. പ്രാർത്ഥിച്ച് മറന്നുപോയി, പ്രാർത്ഥിച്ച് വിട്ട വിഷയമാണ്. ഇനി അതിന് മറുപടി കിട്ടിയില്ലേലും കുഴപ്പമില്ല, അതിനകത്ത് ദൈവത്തോട് ഒരു പരാതിയുമില്ലാത്ത ഒരവസ്ഥയിലാണിപ്പോൾ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാനായി നാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ചില പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ തന്നെ ഒരു ടൈം പീരീഡ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് അതിന് മറുപടി കിട്ടിയാലേ പ്രയോജനമുള്ളൂ എന്നാണ് നമ്മുടെ ചിന്ത. മാത്രമല്ല, നാം പലപ്പോഴും പല വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കൂടെ ഓൾറെഡി നമ്മുടെ മനസ്സിനകത്തുണ്ട്. നാം ദൈവത്തോട് ചോദിക്കുന്ന പല പ്രാർത്ഥനകളുടെയും ഉത്തരം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. നമ്മുടെ കുഞ്ഞിൻ്റെ +2 കയറുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ, നല്ലൊരു റിസൾട്ട് നൽകി എൻ്റെ കുഞ്ഞിനെ മാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ എത്ര പേരുടെ ഉള്ളിൽ, കർത്താവേ, കഷ്ടിച്ച് ജയിച്ചാൽ മതി, പിന്നെ +2 കഴിയുമ്പം ബാക്കി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് ചിന്തിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ അങ്ങനെ ആയിരിക്കാം, ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല പ്രാർത്ഥിക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാനൊരു പെർസെൻറ്റേജ് ഒക്കെ മനസ്സിലിങ്ങനെ കണ്ട്, അത് കഴിയുമ്പം എൻ്റെ കുഞ്ഞിന് കിട്ടാൻ പോകുന്ന അഡ്മിഷനെയൊക്കെ ഓർത്ത് അതൊക്കെ ചിന്തിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബോട്ടം ലൈനിൽ, കർത്താവേ, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെ പഠിപ്പിച്ച ഒരു പ്രിൻസിപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് കൃപയാൽ അതിങ്ങനെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ അടിയുറച്ച് കർത്താവ് ഹൃദയത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒത്തിരിയും ജീവിതത്തിലെ അനുഭവങ്ങളുടെ നടുവിൽ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം തന്നെ എന്നെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്. അതായത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും, എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇങ്ങനെ കമത്തിയിടുന്ന ഒരാളാണ് ഞാൻ. കർത്താവേ, എനിക്ക് അങ്ങനെ വേണം, എനിക്കിങ്ങനെ വേണം. പിന്നെ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുമായിരുന്നു. ഇങ്ങനെ വേണമെന്നൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തൊക്കെ എഴുതിയൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ, ഇച്ചിരി മച്ചുവേർഡ് ആയതുകൊണ്ടായിരിക്കാം. മറ്റേത് എല്ലാം എഴുതി വെക്കുമായിരുന്നു, എല്ലാം എഴുതി വെക്കുമായിരുന്നു. എൻ്റെ പാസ്റ്ററിൻ്റെ വൈഫ് എന്നോട് നിന്റെ ഹസ്ബൻഡിന് വേണ്ടി, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പം ഞാൻ എഴുതി വെച്ച ലിസ്റ്റ് കല്യാണം കഴിഞ്ഞ് ഞാൻ ബീച്ചാനെ കാണിച്ചു. ബീച്ചാൻ ഞെട്ടിപ്പോയി. അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം എഴുതിയിരുന്ന കാര്യം എന്താണെന്ന് അറിയാവോ? നല്ല പൊക്കമുള്ള ആളായിരിക്കണമെന്ന്. അപ്പോൾ തമ്പുരാൻ എങ്ങനെ മറുപടി തന്നെന്ന് ബീച്ചാനെ കണ്ടിട്ടുള്ളവർക്കറിയാം. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ചിലതൊക്കെ ഈ കല്യാണാലോചന വരുന്നതിന് മുമ്പ് തമ്പുരാൻ്റെ സന്നിധിയിൽ തമ്പുരാൻ തന്നെ ഇരുത്തി ഇത് വെട്ട് എന്ന് പറഞ്ഞ് വെട്ടിച്ചു. അങ്ങനെ ചിലതൊക്കെ വെട്ടിച്ചിട്ടാണ് ഈ പ്രൊപ്പോസൽ കൊണ്ടുവന്നത് തന്നെ. സാമാന്യം ഭേദപ്പെട്ട ജോലി വേണമെന്ന് എഴുതി വെച്ചതിനകത്തുനിന്ന് തമ്പുരാൻ പറഞ്ഞ് വെട്ട്, അത് ഞാൻ വെട്ടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെച്ച്, കർത്താവേ ജോലി ഇല്ലെങ്കിലും, എഴുതി വെച്ച സെൻറ്റൻസ് ഇങ്ങനെയാണ്, ജോലി ഇല്ലെങ്കിലും എന്നേക്കാൾ കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളിനെ മതി. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ആ പ്രൊപ്പോസലൊക്കെ വന്നപ്പം ഭയങ്കര സ്മൂത്തായിട്ട് നല്ല കൂളായിട്ട് അതിനകത്തോട്ട് അങ്ങ് പ്രവേശിക്കാൻ പറ്റി. ഓക്കെ, അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിനകത്ത് ഓൾറെഡി അതിൻ്റെ ഉത്തരത്തെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല. പക്ഷെ തമ്പുരാൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യം, നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നീ പറഞ്ഞു, പക്ഷേ ഏറ്റവും അവസാനം നിന്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു കാര്യം ഉണ്ടായിരിക്കണം. കർത്താവ്, ഇതെല്ലാം എൻ്റെ ആഗ്രഹമാണ്, ഇതെല്ലാം എൻ്റെ ഇഷ്ടമാണ്, പക്ഷേ എങ്കിലും ഇനി ഇതൊന്നും നീ തന്നില്ലേലും നിന്റെ ഇഷ്ടം ഈ വിഷയത്തിൽ നടന്നാൽ മതി. ഈ ദിവസങ്ങളിൽ വെറുതെ വാക്കുകൾ കൊണ്ടല്ല, അധരത്തിൽ നിന്നുമല്ല, ഹൃദയത്തിൽ നിന്ന് നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മുമ്പിൽ, കർത്താവേ നിന്റെ സമയത്ത് മതി, അപ്പൻ്റെ ഇഷ്ടപ്രകാരം മതി, അപ്പൻ്റെ പൂർണ്ണഹിതം മതി പറയാൻ കഴിയും. മനുഷ്യരുടെ ഒന്നും മുമ്പിൽ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ദിവസങ്ങളിലെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് ഒരു വിഷയത്തിനെങ്കിലും, കർത്താവേ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം, ഇതിങ്ങനെ സംഭവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഇങ്ങനെ മറുപടി കിട്ടണം, ഈ സമയത്ത് കിട്ടണമെന്നൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷേ എങ്കിലും അപ്പൻ്റെ സമയം മതി, അപ്പൻ്റെ ഇഷ്ടം മതി. അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാൻ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അങ്ങനെയൊന്ന് മോൾഡഡ് ആവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നു? കർത്താവേ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്നത് വെറുതെ അധരത്തിൽ നിന്ന് പറയുകയല്ല, വെറുതെ ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയുകയല്ല, പകരം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ, കർത്താവേ എനിക്ക് അതിന് കഴിയണം എന്ന് ചിന്തിക്കുവാൻ, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു കൃപ തരണമെന്ന് എത്ര പേര് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും? ന്യൂട്രലായിട്ട്, ശരിക്കും ന്യൂട്രലായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എപ്പോഴാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്നറിയാമോ? ഞാനിത് പറയുമ്പോൾ ഒരു ശക്തമായ ദൈവസാന്നിധ്യം ഞാനിരുന്ന് ഈ പറയുന്ന സ്ഥലത്ത് എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്നു. എപ്പോഴാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതെന്നറിയാമോ? കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്യത്തുള്ളൂ എന്ന് കംപ്ലീറ്റായിട്ടും അവനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ഈ കരത്തിലോട്ട് അങ്ങ് വിട്ടുകൊടുത്തേച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. നമുക്ക് പലപ്പോഴും പല വിഷയങ്ങളും പ്രാർത്ഥിച്ചിട്ട് സ്വസ്ഥത ലഭിക്കാത്തത് ഇതുകൊണ്ടാണ്. 100% അത് അറ്റൈൻ ചെയ്തു, എല്ലാ വിഷയങ്ങളിലും ഞാൻ അങ്ങനെയാണ് എന്ന് എനിക്ക് പറയാറായിട്ടില്ല. പല വിഷയങ്ങളിലും എൻ്റെ മൈൻഡ് വേവർ ചെയ്യുന്ന പല വിഷയങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും കർത്താവേ എന്നാൽ ഇതെങ്ങനെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ.
ഞാൻ നിങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തയായിട്ട് നിന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും പല വിഷയങ്ങളും ഇതുപോലെ വിട്ടുകൊടുത്തേച്ച് കൂളായിട്ടിരിക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഇന്നും പല വിഷയങ്ങളും അതുകൊണ്ടാണ് ഇന്നും പലതിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും അതിനെ വിട്ട് കർത്താവേ നിൻ്റെ കരങ്ങളിൽ ഞാനത് ഏൽപ്പിച്ചതാ, ഇനി അത് നിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞിരിക്കാൻ പലതിൻ്റെ മുമ്പിൽ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ മുമ്പിലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, 100% അല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾക്കും അത് കഴിയും എന്ന് ഒന്ന് നിങ്ങളെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കങ്ങനെ പ്രാർത്ഥിച്ച് വിടാൻ കഴിയും, പ്രാർത്ഥിച്ചിട്ട് അങ്ങ് റിലാക്സ്ഡ് ആവാൻ കഴിയും. ഇന്നലെ നാം കേട്ടത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ധൈര്യത്തെക്കുറിച്ചാണ് അല്ലേ? എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമാകുന്ന ദൈവമെന്ന് കേട്ടു. ശരിക്കും എൻ്റെ ഉടയവനാണ്, അവനെയാണ് ഞാൻ സേവിക്കുന്നത്, അവൻ എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഉറപ്പിലല്ലേ പൗലോസ് അപ്പോസ്തലൻ ആ മറുപടി തന്നത്. എൻ്റെ ഉടയവനിൽ നിന്നാണ് ഞാൻ ഈ ശബ്ദം കേട്ടതെന്നുള്ള ഉറപ്പല്ലേ ഏലിയ പ്രവാചകനെ ആഹാബിൻ്റെ മുമ്പിൽ നിർത്തിയത്? അങ്ങനെയല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ നമ്മളെ കേൾപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ആ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. ഓക്കെ, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഞാൻ പറഞ്ഞല്ലോ, കുറേ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിരുന്നതെങ്കിൽ വളരെ ഒത്തിരി സ്ഥലങ്ങളിൽ ഓടി നടന്ന് അതിനെക്കുറിച്ച് ഒരുപക്ഷെ സാക്ഷ്യം പറഞ്ഞ് പിന്നീട് സെഖരിയ പുരോഹിതൻ പഠിപ്പിച്ച് എല്ലാവരോടും അബ്രഹാമിൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞ് ഒക്കെ പഠിപ്പിക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു സംശയവും കൂടെ അകത്ത് വന്നു. ആകപ്പാടെ ഇതിൻ്റെ സാക്ഷ്യം പോലും ഒരു മനുഷ്യനോടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. ആ ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും, ദൈവം ഉത്തരം തരും. അതിന് യാതൊരു സംശയവുമില്ല, യാതൊരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. നാം പഠിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു ഹൃദയമുണ്ട്, എ വെയിറ്റിംഗ് ഹാർട്ട്. അതിനോടും കൂടെ ചേർന്ന് വരുന്ന ഒരു വിഷയമാണിത്, ഒരു വെയിറ്റിംഗ് ഹാർട്ട്. എന്തുകൊണ്ടാ പ്രാർത്ഥനയ്ക്ക് ഈ വിധത്തിൽ മറുപടി താമസിച്ചെന്നറിയാമോ? പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ദൈവം ആഗ്രഹിച്ചത്, സെഖരിയാവേ നിന്റെ ഈ പ്രാർത്ഥനയുടെ മറുപടി കൊണ്ടുവരുമ്പോൾ അത് മറ്റ് പലരുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയതുപോലെ നിന്റെ പ്രിയപ്പെട്ടവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ മാത്രം തന്ന്, അതായിരുന്നല്ലോ നിന്റെ പ്രാർത്ഥന. നിനക്കൊരു തലമുറയെ നൽകി അനുഗ്രഹിക്കണമെന്നുള്ളതായിരുന്നല്ലോ പ്രാർത്ഥന. അത് സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ അങ്ങ് സംഭവിച്ച് അവസാനിക്കാനായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. പകരം ഈ പ്രാർത്ഥനയുടെ മറുപടിയോടൊപ്പം നിനക്ക് വ്യക്തിപരമായ ഒരു പ്രത്യക്ഷത കൂടെ തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ പ്രത്യക്ഷത പ്രാപിക്കാനുള്ള, ആ പ്രത്യക്ഷത ചരിത്രത്തിൽ നടക്കാനായിട്ടുള്ള എൻ്റെ സമയത്തെ എനിക്ക് മറുപടി തരാൻ കഴിയത്തുള്ളൂ. ഈ പ്രത്യക്ഷത ഇതിനു മുമ്പുണ്ടായാൽ, 1 വർഷം മുമ്പ് പോലും ഇതിന്റെ മറുപടി, ഒരു 7-8 മാസം മുമ്പ് പോലും ഇതിന്റെ മറുപടി നിനക്ക് തരാൻ കഴിയത്തില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്തോത്രം ശുശ്രൂഷയ്ക്ക് വഴിയൊരുക്കാൻ കഴിയുന്ന, അവനേക്കാൾ 6 മാസം മാത്രം പ്രായമുള്ള ഒരുവൻ ഹല്ലേലൂയ സ്തോത്രം നിന്റെ തലമുറയായി ജനിക്കണമെന്നുള്ളത് എൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഇതിനേക്കാൾ മുമ്പേ എനിക്ക് ഉത്തരം തരാൻ കഴിയില്ല സെഖരിയാവേ.
നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി താമസിക്കുന്നുവെങ്കിൽ ഓർക്കുക, ആ പ്രാർത്ഥനയോടൊപ്പം ഒരു പ്രത്യക്ഷത കൂടെ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, എൻ്റെയും നിങ്ങളുടെയും പല പ്രാർത്ഥനകളുടെയും മറുപടി ഒരു സ്പെഷ്യൽ വേയിൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പല പ്രാർത്ഥനകളുടെയും മറുപടി ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ചില സമയവുമായി ബന്ധപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ മറുപടി സ്വർഗരാജ്യത്തിലും ഭൂമിയിലും ആർക്കും മറക്കാൻ കഴിയാത്ത ചില വ്യക്തി ജീവിതങ്ങളുമായി ബന്ധപ്പെടുത്തി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ സമയത്തെക്കുറിച്ചൊരു ഭാരം വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സഹോദരി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി സഹോദര. മറുപടി വന്നുകൊണ്ടേയിരിക്കുന്നു. ദർശനത്തിനൊരു അവധി വെച്ചിട്ടുണ്ട്. അത് നിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് താമസിച്ചാലും വരും, നിശ്ചയമായും വരും. നാം ഓർക്കും, പല പ്രാർത്ഥനയുടെയും ഹല്ലേലൂയ സ്തോത്രം ഉത്തരം സാധാരണ പോലെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നിരുന്നു എങ്കിൽ പലതും ലഭിക്കുകയില്ലായിരുന്നു കേട്ടോ. 14-ാമത്തെ വാക്യം, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ മറുപടിയോടൊപ്പം സ്വർഗം ആഗ്രഹിക്കുന്ന സന്തോഷവും ഉല്ലാസവും നമുക്കും, ഹല്ലേലൂയ സ്തോത്രം, ആ മറുപടി കാണുന്നവർക്കും ഒരുപോലെ സന്തോഷമുളവാക്കുന്ന ഒരു മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് യോഹന്നാൻ സ്നാപകൻ ജനിച്ചിരുന്നു എങ്കിൽ അധികം ആർക്കും വലിയ സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല. അവരുടെ വിവാഹം കഴിഞ്ഞ് നാച്ചുറലായിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു സന്തോഷം, ഒരു കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷം കാണും. പക്ഷേ ഈ വാർദ്ധക്യത്തിൽ ഹല്ലേലൂയ അവനെ നറുക്കിട്ട് വീണ്, അവനെ നറുക്കിട്ടെടുത്ത് ആലയത്തിൽ കൊണ്ടുപോയി നിർത്തി, അവൻ ധൂപം കാട്ടുന്ന നാഴികയിൽ അവനോട് ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. എന്തൊരു സ്പെഷ്യൽ വെയിലായിരുന്നു ആ മറുപടി വന്നത്. ആ മറുപടി പൊതിഞ്ഞു വന്ന ആ രീതിയുടെ, ആ സമയത്തിന്റെ മനോഹാരിത ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ദൈവമക്കളെ. പലതിന്റെയും മറുപടി എല്ലാവർക്കും വന്നതുപോലെയല്ല. ആർക്കും ഇന്ന് വരെ കൊടുത്തിട്ടില്ലാത്ത വിധത്തിൽ ശ്രേഷ്ഠകരമായ ഒരു രീതിയിൽ എനിക്ക് ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി അയച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ഞാൻ അത് ഒരു പ്രത്യക്ഷതയോടുകൂടി പ്രാപിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യാം. വിചാരിക്കാത്ത വിധത്തിൽ, ചിന്തിക്കാത്ത വിധത്തിൽ അതിൻ്റെ മറുപടി തരാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ഒരു 7-8 പേരുടെ കാര്യം ഇവിടെ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് കിട്ടിയ ഉത്തരം എല്ലാം കൂടെ പറയാൻ സമയമില്ല, അത് വിശദീകരിക്കത്തില്ല. വേണമെങ്കിൽ കമ്പി വാചകങ്ങൾ ഞാൻ ഓടി പറഞ്ഞു പോകാം. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, റെഫറൻസും കൂടെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നും ഒത്തിരി സമയം എടുക്കും തോന്നും. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തെഫാനോസിന്റെ പ്രസംഗമാണ്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പ്രസംഗിച്ച അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ, ഇവരുടെ പാപം നിർത്തരുതേ. 7-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം, അവനോ മുട്ടുകുത്തി, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുറച്ച് നിലവിളിച്ചു. സ്തെഫാനോസിന്റെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയോ? ഇവരുടെ ആരുടെയെങ്കിലും പാപം ദൈവം മായ്ച്ചു കളഞ്ഞോ? ഓർക്കാതിരുന്നോ?
നാം ഓർക്കും നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടേച്ചു പോയ പല പ്രാർത്ഥനയും സ്വർഗവും കേട്ടില്ല, മനുഷ്യരും കേട്ടില്ല. ഹല്ലേലൂയ. അവൻ പ്രാണനെ വിടാൻ നേരം ചുമ്മാ ഏതാണ്ട് ജൽപ്പനം പോലെ പറഞ്ഞേച്ചു പോയെന്ന് വിചാരിക്കും. അല്ലേ അല്ല. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. അധികം തീരുന്നതിന് മുമ്പ്, ഹല്ലേലൂയ, 9-ാം അധ്യായത്തിൽ എത്തുമ്പോൾ തന്നെ സ്തേഫാനോസിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 9-ാം അധ്യായത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, സ്തേഫാനോസിനെ കൊന്നവരുടെ, കല്ലെറിഞ്ഞവരുടെ വസ്ത്രം കാത്തുകൊണ്ട് നിന്ന ശൗലിന്റെ മാനസാന്തരം, അവനെ തേടി യേശു ക്രിസ്തു വരുന്നത് കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, സ്തേഫാനോസ് പ്രാർത്ഥിച്ചിട്ടിട്ട് പോയത് അവസാന നിമിഷത്തിൽ അവൻ വിളിച്ചു പറഞ്ഞത് ആരും കേൾക്കാതെ പോയി, ആരവാരത്തിന്റെ ഇടയിൽ ആരും ശ്രദ്ധിക്കാതെ പോയി, ദൈവം പോലും ശ്രദ്ധിച്ചില്ല, ദൈവം പോലും അവന്റെ പ്രാണനെ റിസീവ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരുന്നു എന്ന് വിചാരിക്കും. ആരും കേട്ടിട്ടില്ലെന്ന് നമ്മൾ പോലും വിചാരിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടി ദമസ്കോസിന്റെ വടിവാതിക്കൽ വെച്ച് വെളിപ്പെടാൻ പോകുന്നു. ശൗലിന്റെ പാപം ദൈവം നിർത്തിയില്ല. ശൗലിന്റെ പാപം ദൈവം നിർത്തിയില്ല. അവന്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. അവൻ നിമിത്തം മറ്റാരുടെ എല്ലാം പാപങ്ങളെ ഇനി എത്ര പേര് അതുപോലെ ആ രീതിയിൽ മാനസാന്തരപ്പെട്ടു വന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വന്നു. ഹല്ലേലൂയ, സ്തോത്രം. മോശയോട് ചോദിച്ചാൽ മോശ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഷോ മീ യുവർ ഗ്ലോറി. എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, എനിക്ക് അങ്ങയെ ഉള്ളതുപോലെ ഒന്ന് കാണണം. ശരിക്കും പറഞ്ഞാൽ മോശ ചോദിച്ചതിന് വേണ്ട വിധത്തിലുള്ള മറുപടി കിട്ടിയോ? കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, ഇങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണാൻ പറ്റത്തൊന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിനകത്താക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് ഞാൻ നിന്നെ ഇങ്ങനെ മറച്ചു പിടിക്കും. ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ എൻ്റെ കൈ മാറ്റുമ്പോൾ നിനക്ക് എൻ്റെ പുറം ഭാഗം കാണും. മോശ ആ മറുപടിയും കൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്ടു കേട്ടോ. പക്ഷേ മോശയുടെ പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടി മോശയുടെ കൊച്ചു തലമുറ പത്മോസിൽ പ്രാപിച്ചു. നാം ജീവനോടെ ഇരിക്കുമ്പോൾ നാം പ്രാർത്ഥിച്ചിടുന്ന ചില പ്രാർത്ഥനകൾ, അതിൻ്റെ മറുപടി ഭാഗികമായിട്ടാണ് കണ്ടിട്ട് ഞാനും നിങ്ങളും പോകുന്നതെങ്കിൽ, കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായി ആത്മാവിൽ പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ടല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. തലമുറയ്ക്ക് വേണ്ടിയൊന്നുമല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അവൻ്റെ പാദത്തിൽ കവണ്ണു വീണ് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ചില മറുപടികൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കൊച്ചു കൊച്ചു തലമുറ നീണ്ടു നിൽക്കുന്നത് വരെ ആ മറുപടി കാണിക്കുവാൻ ദൈവത്തിന് കഴിയും. പത്മോസിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം തന്നെ മഹത്വത്തോടുകൂടി, പൂർണ്ണ മഹത്വത്തോടുകൂടി ഇറങ്ങി വന്ന് കണ്ട കാഴ്ച എന്തായിരുന്നു? ഹല്ലേലൂയ, മോശ കണ്ടതുപോലെയാണോ കണ്ടത്? അവനാ ചോദിച്ചത്. ഇവിടെ യോഹന്നാൻ ചോദിക്കുന്നു പോലുമില്ല, കർത്താവേ, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ കർത്തൃദിവസമാണ്, എനിക്കൊന്ന് ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കൂട്ടിനാരുമില്ല, ഒന്നും അവൻ പറയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അല്ലയോ യോഹന്നാനെ, നിന്റെ വല്യപ്പൻ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും, ഹല്ലേലൂയ, രക്തം കൊണ്ടും പശുഭസ്മം കൊണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഒക്കെ കഴുകൽ പ്രാപിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തതിന്റെ വല്യപ്പന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ ചോദിക്കാതെ ഞാൻ നിനക്ക് ഇവിടെ തരുന്നു എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവനായി, അഗ്നിജ്വാലിക്കൊത്ത കണ്ണുള്ളവനായി, നിലയങ്കി ധരിച്ചവനായി, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, 1000 കോടി സൂര്യന്റെ പ്രഭയുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനായി, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം പൂർണ്ണ മഹത്വത്തോടുകൂടി അവനെ വെളിപ്പെട്ടു. ദൈവമക്കളെ, നാം പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകൾക്കും മറുപടി ഉണ്ടാകും. നവോമി ഒരിക്കൽ രൂത്തിനോട് പറഞ്ഞു, രൂത്തേ,
നീ ഇനി സ്വസ്ഥമായിട്ടിരിക്ക. അയാൾ അടങ്ങിയിരിക്കത്തില്ല. നിന്റെ ഈ കാര്യം എന്താവുമെന്ന് അറിയുവോളം അയാൾ അടങ്ങിയിരിക്കത്തില്ല. രൂത്ത് അല്ലെങ്കിൽ നവോമി ആഗ്രഹിച്ചത് എന്താണ്? ഇവൾക്കൊരു സുരക്ഷിതമായ സ്ഥലം. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോണം. ആ വാക്യമൊക്കെ വളരെ മനോഹരമാണ്. നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വാസസ്ഥലം അന്വേഷിക്കണ്ടായോ? ഹല്ലേലൂയ, സ്തോത്രം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ചർച്ചിലൊരു മെസ്സേജ് പറഞ്ഞത്, നമുക്ക് നന്നായിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി കരുതുന്ന പരിശുദ്ധാത്മാവ്. അപ്പോ ഇവിടെ രൂത്തും പോകുമ്പോഴും, രൂത്ത് കളത്തി കയറുമ്പോഴും, അവൾ പുതപ്പെടുത്തുമ്പോഴും ഒരു വീണ്ടെടുപ്പുകാരൻ, അത്രയും മാത്രമേ നവോമിയും രൂത്തും ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ നവോമി അവളോട് പറഞ്ഞു, ഇനി നീ അങ്ങ് സ്വസ്ഥമായിട്ടിരിക്കുക, ഇനി നീ ഒന്നും ചെയ്യണ്ട, നിന്റെ ഭാഗത്തുനിന്ന് നീ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്ത് ചെയ്തു? നിന്റെ ഭാഗത്തു നിന്ന് നീ മോവാവ് വിടാനുള്ളത് വിട്ടു കേട്ടോ. ഹല്ലേലൂയ. നിന്റെ ഭാഗത്ത് നിന്ന് നീ ഹല്ലേലൂയ വയലിൽ ഇറങ്ങാനുള്ളത് ഇറങ്ങി കേട്ടോ. നിന്റെ ഭാഗത്തു നിന്ന് നീ കളത്തി കയറാനുള്ളത് കയറി. കളത്തി കയറുന്നതിന് മുമ്പ് നീ കുളിച്ചു, നീ തൈലം പൂശി, നീ വസ്ത്രം മാറി. ഇതൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ടതാ. ക്രിസ്തീയ ജീവിതത്തിന്റെ പടികളാണ്. ഇതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു. ഇനി നീ സ്വസ്ഥമായിട്ടിരുന്നാൽ മതി. ആ പ്രാർത്ഥനയ്ക്കൊരു മറുപടി വന്നു. കർത്താവേ, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ വീണ്ടെടുക്കണമേ. എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, എനിക്കൊരു നല്ല വീണ്ടെടുപ്പുകാരനെ ഒരുക്കണമേ. എൻ്റെ തലമുറയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഈ പെങ്കൊച്ചിന് ഒരു നല്ല വീണ്ടെടുപ്പുകാരനെ കൊടുക്കണേ എന്നുള്ള നവോമിയുടെ പ്രാർത്ഥനയ്ക്ക് ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗം മറുപടി കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അവൾ അറിയാതെ ഹല്ലേലൂയ, സ്തോത്രം, അവളുടെ മോവാബ്യയായിട്ടുള്ള ഹല്ലേലൂയ 10ാം തലമുറ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ യോഗ്യതയില്ലാത്ത, കടക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ സ്തോത്രം മരുമകൾക്കു വേണ്ടി അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരനെ ആഗ്രഹിച്ചവൾ പ്രാർത്ഥിക്കുമ്പോൾ, നവോമിയെ, നീ അറിഞ്ഞില്ല, നീ അറിയാതെ ലോകത്തിന്റെ മുഴുവൻ വീണ്ടെടുപ്പുകാരനായവൻ ഹല്ലേലൂയ, സ്തോത്രം, അവളുടെ തലമുറയിലൂടെ പുറത്തു വരുമെന്ന് നീ അറിഞ്ഞില്ല. ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിടുന്ന ചില പ്രാർത്ഥനകളുടെ മറുപടി, നമുക്ക് തൽക്കാലത്തേക്കൊരു വീണ്ടെടുപ്പുകാരനെ ചോദിച്ചാൽ നിത്യത വരെ ഹല്ലേലൂയ നിലനിൽക്കുന്ന ഹല്ലേലൂയ വീണ്ടെടുപ്പുകാരനെ ലോകത്തിന് കൊടുക്കുന്ന രീതിയിൽ വലിയ വലുപ്പത്തിൽ ഒരു സ്പെഷ്യൽ വേയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ സ്വർഗം വിശ്വസ്തന. റിമാന തുനാര ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 2 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10ാം വാക്യത്തിലേക്ക് പോകണം. ആ ഭാഗത്ത് ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ. നമ്മളൊക്കെ ഈ പറഞ്ഞു വരുന്നതെല്ലാം ഓരോ ലെവലിലുള്ള പ്രാർത്ഥനകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? മോവാബ്യരുടെ കയ്യിൽ പെടരുത്, ഞങ്ങൾ ദാഹിച്ച് മരിക്കരുത്. ഈ 2 കാര്യങ്ങളാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പരസ്പരം അങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ മോവാബിയുടെ കൈ പെടരുത്, അവരുടെ കൈയാൽ ഞങ്ങൾ മരിച്ചു പോകരുത്, അല്ലേ, ഞങ്ങൾ ദാഹിച്ച് മരിക്കരുത്. അപ്പോൾ മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചതായിട്ട് പോലും നമുക്ക് വായിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവരുടെ ഉള്ള ദൈവം അറിഞ്ഞു. പക്ഷെ ആ 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 26-ാം വാക്യം, ഹല്ലേലൂയ, സ്തോത്രം, 22-ാം വാക്യം, ഇതൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ. അത് വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, 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 നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, നീ നിമിത്തം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞു. അവർ നിമിത്തമുള്ള ഒരു അനുഗ്രഹം. ഹല്ലേലൂയ, സ്തോത്രം. മരുഭൂമി വഴിയായി വെള്ളം ഒഴുകി വരികയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അവർ നിമിത്തം ആ മരുഭൂമി പോലും വെള്ളത്താൽ നിറയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ വരുന്നു. ഹല്ലേലൂയ. അവർ മോവാബ്യരുടെ കയ്യിൽ പെട്ടില്ല, അവർ ദാഹിച്ചു മരിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഒരു കാര്യം ഓർക്കുക, ആ വെള്ളം, അവരുടെ ദാഹത്തിനായി ദൈവം ഒരുക്കിയ വെള്ളം തന്നെ മോവാബ്യർക്ക് രക്തം പോലെ തോന്നി. ഇവർക്ക് അനുഗ്രഹമായി ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത മറുപടി
മറ്റവരുടെ മുമ്പിൽ അവരെ ഓടിച്ചു കളയാനുള്ള ആയുധമാക്കി ദൈവം വെച്ചു. ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനയുടെ മറുപടികൾ നമ്മുടെ കയ്യിൽ എത്തുമ്പോഴുണ്ടല്ലോ, ശത്രു ഒരിക്കലും തിരിച്ചെഴുന്നേൽക്കാതെ വണ്ണം ആ മറുപടി കണ്ട് ഹല്ലേലൂയ സ്തോത്രം, അതിനെ തന്നെ ദൈവം ആയുധമാക്കി അവരെ ഓടിച്ചു കളയത്തക്കവണ്ണം ഉള്ള ഒരു മറുപടി വിശദീകരിച്ച് പറയുമ്പോഴാ അതിന്റെ ആ മാധുര്യം മനസ്സിലാകുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഈ ഭാഗം നിങ്ങൾ വീണ്ടും ധ്യാനിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ, ബാക്കിയൊക്കെ ഞാൻ വിടാം. ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം, അബ്രഹാം മോറിയ ദേശത്തുള്ള മലയിലേക്ക് കയറിപ്പോവുകയാണ്. അവിടെ കയറി ചെല്ലും. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ പരീക്ഷയാണ് കേട്ടോ. അവനാകെ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ്. അബ്രഹാമിനെ വിശ്വാസത്തോടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒരപ്പന്റെ ഹൃദയം അബ്രഹാമിനുണ്ട്. ഹല്ലേലൂയ. അവന്റെ ആ മകൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഹൃദയത്തിനകത്തൂടെ, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, എന്തിയെ ആട്ടിൻകുട്ടി എന്തിയേന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തൂടെ ശരിക്കും പറഞ്ഞ ആ കത്തി കയറിപ്പോയതുപോലെ തോന്നിക്കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞെ, നീയാണ് ആട്ടിൻകുട്ടി എന്ന് അവനോട് പറയാൻ കഴിയാത്ത വിധത്തിലുള്ള വേദന. ആ പ്രാർത്ഥന, അവന്റെ വിശ്വാസത്തോടു കൂടിയുള്ള ചില പ്രവർത്തികൾ, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലയോ? ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു മറുപടി കിട്ടി. പ്രാർത്ഥിച്ചു കാണും, കർത്താവേ ഞാൻ തരാൻ തയ്യാറാണ്, നീ എടുത്തോ എന്നൊക്കെ പറയുമ്പോഴും ആ കത്തി ഉയർത്തുന്ന സമയത്തും കർത്താവേ ഞാൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞായിരുന്നിരിക്കാം ഒരു പക്ഷേ അബ്രഹാം ചെയ്യുന്നത്. പക്ഷെ ഒട്ടനെ ഒരു മറുപടി വന്നു, നീ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. തൊട്ടപ്പുറത്ത് ഒരാട്ടിൻകുട്ടിയെയും കാണിച്ചു കൊടുത്തു. ഇനി അവിടം വരെ പോയിട്ട് യാഗം കഴിക്കാതെ, യാഗപീഠം പണിത് എല്ലാം ചെയ്തു, യാഗം കഴിക്കാതെ ഞാൻ ഇറങ്ങിപ്പോരുന്നല്ലോ എന്ന് ഒരു വിഷമം ഇനി ആയുസ്സിലൊരിക്കൽ അബ്രഹാമേ നിനക്ക് വേണ്ട, നീ യാഗം കഴിച്ചു പോകും. പക്ഷേ അല്ലയോ അബ്രഹാമേ, നീ ഇങ്ങനെ വേദനയോടെ ഈ വിഷയം പ്രാർത്ഥിച്ച, ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ മറുപടി പ്രാപിച്ച് അവർ ഇസഹാക്കിനെ കൊണ്ട് താഴോട്ടിറങ്ങി വരുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ആ യാഗപീഠത്തിൽ കിടന്ന ഒരു പക്ഷേ ഇസഹാക്ക് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുടെ മറുപടിയും കൂടെ അതായിരിക്കാം. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ എൻ്റെ അപ്പന്റെ കയ്യാൽ ഹല്ലേലൂയ സ്തോത്രം മരണപ്പെടാൻ പോകുന്നു. എന്നെ ഈ മരണത്തിൽ നിന്ന് ആരാണ് വിടുവിക്കുന്നത്? നിനക്ക് കഴിയും ദൈവമേ എന്ന് ഹല്ലേലൂയ ഒരു പക്ഷേ ഇസഹാക്ക് പ്രാർത്ഥിച്ചുവെങ്കിൽ, അതൊരു പാപിയുടെ പ്രാർത്ഥനയായി കണക്കാക്കാൻ കഴിയുമെങ്കിൽ, ദീർഘവർഷങ്ങൾക്കിപ്പുറം, തലമുറകൾക്കിപ്പുറം പഴയ നിയമവും പ്രവാചകന്മാരും എല്ലാം അവസാനിച്ചതിന് ശേഷം ഇവിടെ ഇതാ മറ്റൊരു മലയിൽ, കാൽവറിയുടെ നെറുകയിൽ, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, ആ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങി വന്നു കേട്ടോ. സാക്ഷാൽ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ഇതാ അറുക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ ആ പാപത്തിന്റെ കയറുകൊണ്ട് കെട്ടിവെച്ചിരുന്നിടത്തുനിന്ന് ഇറക്കി വിട്ടു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ഹല്ലേലൂയ കർത്താവേ, വിടുവിക്കണമേ, എൻ്റെ കുടുംബത്തിന് രക്ഷ കൊണ്ടുവരണമേ, സഹായിക്കണമേ. പ്രാർത്ഥന ദൈവം തള്ളിക്കളയുകയില്ല. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അതൊരു പ്രത്യക്ഷതയോടുകൂടെ വെളിപ്പെട്ട് വരും. അത് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ഒരു വെറും ജൽപ്പനമായിട്ട് ആരും കേൾക്കാതെ പോയ സ്തെഫാനോസിന്റെ പ്രാർത്ഥന പോലെ ആകത്തില്ല. ഹല്ലേലൂയ സ്തോത്രം, ചില ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചതിന് മറുപടി വരും. ഹല്ലേലൂയ, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചിടുന്ന ചില പ്രാർത്ഥനകൾ കാൽവറിയുടെ നെറുകയിലും പത്മോസിന്റെ ഏകാന്തതയിലും തലമുറകൾക്ക് അനുഗ്രഹമായി വെളിപ്പെട്ടു വരും. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ തൽക്കാലത്തെ വിടുതലിന് വേണ്ടിയിട്ടുള്ള ഒരു വീണ്ടെടുപ്പുകാരനാണെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, ലോകത്തിന് മുഴുവനുള്ള ഒരു വീണ്ടെടുപ്പുകാരനെ നൽകിക്കൊണ്ട് രൂത്തിന് മറുപടി കൊടുത്തതുപോലെ, ഹല്ലേലൂയ ലോകത്തിന് മുഴുവൻ, ഇവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്, അത് കണ്ടവർക്കെല്ലാം, അത് വാർത്ത കേട്ടവർക്കെല്ലാം സന്തോഷമുണ്ടായി. അങ്ങനെ എല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം, സകലർക്കും ഹല്ലേലൂയ ഉണ്ടാകാനുള്ള സന്തോഷവുമായി നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി വരും.
നിശ്ചയം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ്.